അപ്പൻ തൂങ്ങിച്ചത്തു. പെരയുടെ കിഴക്കുഭാഗത്ത് റെയിൽവേ കോളനിക്കപ്പുറം നീണ്ടു കിടക്കുന്ന മീറ്റർ ഗേജിൽ നിന്നും നടുക്കണ്ടം കിട്ടുമെന്നും ബാക്കി തൊട്ടാവാടി പൊന്തകളിലും വട്ടയിലകളിൽ നിന്നുമെല്ലാം നിക്കറു പോലീസുകാർ വടിച്ചുകൂട്ടി പായിൽ കൂട്ടിക്കെട്ടി തരും എന്നുമൊക്കെ ആയിരുന്നു അമ്മച്ചിയുടെ പ്രതീക്ഷ. പക്ഷെ ഒത്തില്ല. പുള്ളി തൂങ്ങി. സാധാരണ അപ്പനെ കാണുന്നില്ല, പോയി തപ്പടാ എന്നൊക്കെ പറഞ്ഞാണ് അമ്മച്ചി എന്റെ മുറിയുടെ വാതിൽ തുറന്നു തന്നിരുന്നത്. പക്ഷെ ഇന്നു രാവിലെ തീർന്നടാ എന്ന് പറഞ്ഞ് മുറിയിലേക്ക് ഓടിക്കയറി. ജനാലക്കൽ കളസം മാത്രമിട്ട് നിന്ന് ചീവീടുകളുടെ മുരടുരയ്ക്കലിന് താളം പിടിക്കുകയായിരുന്ന എന്നെ നോക്കി അമ്മച്ചി ഒന്നു നിന്നു. ഒളിവെട്ടം വഴിക്കുന്ന രൂപക്കൂട്ടിലെ മാതാവ്. ഉണ്ണി ഈശോയെ പോലെ ഞാൻ ഒക്കത്ത് കയറിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മാതാവ് എന്നെ പച്ചത്തെറി പറഞ്ഞു. തെറ്റു പറയാൻ പറ്റില്ല. പിതാവിനെ കൊണ്ട് മാതാവ് അതുപോലെ സഹിച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ഗോവിന്ദന്റെ മസിൽ ബാരൽ എന്ന കഥാസമാഹാരത്തിലെ തവള എന്ന കഥയിലെ ഒരു ഭാഗമാണിത്. തന്റെ അപ്പനെ കൊണ്ട് അമ്മയും മകനും എല്ലാം ഏറെ സഹിക്കേണ്ടി വരുമ്പോൾ, അദ്ദേഹം തൂങ്ങിച്ചാവുമ്പോൾ അതിനെ ഒരു സ്വാഭാവിക മരണമാക്കി മാറ്റുന്നുണ്ട് മകനും അമ്മയും ചേർന്ന് ഈ കഥയിലൂടെ. ഇത്തരത്തിൽ 7 കഥകളടങ്ങിയ ഒരു സമാഹാരമാണ് ക്യാപ്റ്റൻ ഗോവിന്ദന്റെ മസിൽ ബാരൽ എന്നത്. കപ്പൽ ജോലിക്കാരനായതുകൊണ്ട് തന്നെയാവണം ഒരു കടലിന്റെ ആഴങ്ങൾ എന്ന പോലെ മനുഷ്യന്റെ മനസ്സിലെ വ്യവഹാരങ്ങൾ അത്രയും ഓരോ കഥകളിലും അദ്ദേഹം വരച്ചു വെക്കുന്നുണ്ട്. ഒരിക്കൽ ഞങ്ങൾക്ക് അദ്ദേഹം ഒരു ക്ലാസിന്റെ ഭാഗമായി വരികയുണ്ടായി. അന്നേരം അദ്ദേഹം പറഞ്ഞത് എന്റെ കഥകളിലെ മിക്ക കഥാപാത്രങ്ങളും എന്റെ നാട്ടുമ്പുറത്തെ മനുഷ്യരാണ് എന്നാണ്. തനിക്ക് ചെറുപ്പകാലത്ത് വിക്കുണ്ടായിരുന്നെന്നും ആ വിക്കിനെ താൻ അതിജീവിക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടിരുന്നുവെന്നും ഒരു ഘട്ടത്തിന് ശേഷം ആ വിക്കിനെ താൻ മറികടന്ന് ഊർജ്ജസ്വലനാവാൻ കഴിഞ്ഞു എന്നും പറയുന്നുണ്ട്. മാതൃഭൂമി ബുക്സ് പുറത്തിറക്കിയ മസിൽ ബാരൽ എന്ന ഈ പുസ്തകം മനുഷ്യന്റെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു കൃതിയാണ് എന്നതിൽ സംശയമില്ല. എല്ലാവർക്കും നന്ദി, സ്നേഹം.